അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്ലിറ്ററൊക്കെയുള്ള ഒരു യാണാണ് 4 പ്ലേ യാണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം കുറച്ച് ഗ്ലിറ്റർ വരുന്ന ഒരു യാണാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 പ്ലേ യാണാണ്. അതുപോലെ 1.75 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മാജിക് റിങ്ങിലാണ് തുടങ്ങുന്നത്. കണ്ടോ? ഇനി നമുക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5 6. ഇനി നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്കൊരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻ 1 ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ചെയിൻ 1 ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 6 ഇൻക്രീസ് ആണ് വേണ്ടത്. അതായത് ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും 2 സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത് കേട്ടോ. 2 3 4 5 6 7 8 9 10 11 12. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 12 സിംഗിൾ ക്രോഷയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ്. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ്. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ടല്ലോ ആദ്യം തന്നെ, അപ്പോൾ അവിടെയാണ് സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എണ്ണം എടുത്ത് ഇത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എണ്ണിയിട്ട് ചെയ്തു പോവാം. 18 സിംഗിൾ ക്രോഷ്യേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ആദ്യത്തെ സ്റ്റിച്ചിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത റൗണ്ടിന് വേണ്ടി ചെയിൻ സ്റ്റിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് ആണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ 1 2 അത് കഴിഞ്ഞാൽ ഇൻക്രീസ് ആണ് വരുന്നത്. ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. വീണ്ടും 2 സിംഗിൾ ക്രോഷേ 1 2 അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്. ഇതുപോലെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയപ്പം 24 സിംഗിൾ ക്രോഷയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീണ്ടും ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത്
സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം 3 സിംഗിൾ ക്രോഷയും 1 ഇൻക്രീസാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സിംഗിൾ ക്രോഷേ, അതുപോലെ 1 ഇൻക്രീസുമാണ് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് ഫുള്ള് ചെയ്യേണ്ടത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേസുകൾ കിട്ടും. ഇപ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേസ് കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ടും അവസാനിപ്പിക്കുമ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ കൂടെ ഹിക്കുൻ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വർക്കിനെ ഒന്ന് ടേൺ ചെയ്ത് പിടിക്കാം. ഇവിടെ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുമ്പം 2 ലൂപ്പുകളാണുള്ളത്. അതിൽ ബാക്ക് ലൂപ്പിൽ കൂടെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതാണ് ബാക്ക് ലൂപ്പ്. ഇവിടെ 2 ലൂപ്പുണ്ട്. ഇത് ഫ്രണ്ടിൽ ആദ്യം കാണുന്നത് ഫ്രണ്ട് ലൂപ്പ്, പിന്നിലുള്ളതാണ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി സിംഗിൾ ക്രോഷേകളും ചെയ്യാം. വർക്കിനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ബാക്കിലുള്ള ബാക്ക് ലൂപ്പിലും കൂടെ മാത്രമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓൾറെഡി 30 സിംഗിൾ ക്രോഷേസ് ഉള്ളത് കൊണ്ട് തന്നെ 30 ബാക്ക് ലൂപ്പ് കൂടെയുള്ള സിംഗിൾ ക്രോഷകളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 1 2 3 4 5 ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. 30 ബാക്ക് ലൂപ്പിൽ കൂടെയുള്ള സിംഗിൾ ക്രോഷകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്ലേറ്റിൻ്റെ ഷേപ്പിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റുള്ള സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ റൗണ്ട് അവസാനിപ്പിക്കാം. ഇനി വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇടാണ്. അടുത്തതായിട്ട് വരുന്ന 2 റൗണ്ടിലേക്കും നമുക്ക് ഈ ഇതിൽ കൂടെ തന്നെ 30 സിംഗിൾ ക്രോഷേസുകൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യേണ്ട, സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ 2 ലൂപ്പുകളും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 2 ലൂപ്പിൽ കൂടെയും ഒരുമിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും ഇനി വരുന്ന 2 റൗണ്ടിലും ഇത് തന്നെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേസുകൾ ചെയ്തു പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ 30 സിംഗിൾ ക്രോഷേ 2 റൗണ്ട് കൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെയിൻ സ്റ്റിച്ച്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, അടുത്ത വരുന്ന സ്റ്റിച്ചിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പീക്കോട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ കാണുന്ന ഈ 2 ലൂപ്പിൽ കൂടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതാണ് പീക്കോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2. ഇനി നമുക്ക് അടുത്ത കാണുന്ന സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം.
കണ്ടോ, ഇതുപോലെയാണ് നമുക്കിനി കിട്ടുന്നത്. ഇങ്ങനെയുള്ള 5 പോർഷനുകൾ നമുക്ക് ഈ ക്രൗണിൽ ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ, ഒരു സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുന്നു. ഇത് സ്കിപ്പ് ചെയ്യാണ്. അടുത്ത സ്റ്റിച്ചിലാണ് ചെയ്യുന്നത് ഡബിൾ ക്രോഷേ. 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി പീക്കോട്ട് സ്ലിപ്പ് സ്ലിറ്റ് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലായിട്ട് 2 ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലായിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള 3 പോർഷനും കൂടെ നമുക്കിതിനകത്ത് ചെയ്തെടുക്കാം. 5 പോർഷൻസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനോടെ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ഉണ്ടാവുക. ഇനി ഈ ഒരു റൗണ്ട് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്നിങ്ങനെ പരത്തി വെക്കാം. ഉള്ളിലോട്ടൊന്ന് തള്ളിയ പോലെ ആയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ക്രൗൺ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ യാണിനെ ഒന്ന് സെക്യൂർ ആക്കാം. ഇതുപോലെ ഉള്ളിൽ കൂടെയും ഒരു തവണ കൂടെ വലിച്ചെടുക്കാം. പരമാവധി അടുത്തടുത്തുള്ള സ്റ്റിച്ചിൽ തന്നെ വലിക്കാനായിട്ട് ശ്രമിക്കണേ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സെക്യൂർ ആക്കിയിട്ടുണ്ട്. 1-2 വട്ടം കടത്തിയാൽ മതി, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് കോട്ടൺ യാൺ ആയതുകൊണ്ട് തന്നെ അത് അഴിഞ്ഞൊന്നും പോരില്ല. ഇനി അടിയിൽ വരുന്ന ഭാഗത്തിനെയും നമുക്ക് ടെയിലിനെയും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ക്രൗണിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്യാം. ഷേട്ടുള്ള യാണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ സെയിം തന്നെയാണ് കേട്ടോ. ഇതിനകത്തും കുറേ ഗ്ലിറ്റർ വർക്കുകൾ ഉള്ള യാണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇതിൽ കൂടെ, അതായത് നമ്മളിവിടെ ബാക്ക് ലൂപ്പ് ചെയ്തതിന് ശേഷം 2 റൗണ്ട് കൂടെ 30 സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണത്തിൻ്റെ ഏകദേശം നടുവിലായിട്ട് വരുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ടാണ് യാണിനെ എടുക്കുന്നത്. ഇതാ യാണിനെ പുറത്തേക്ക് എടുക്കുന്നു. ഇനി വരുന്ന ഓരോ സ്റ്റിച്ചിൽ കൂടെയും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഓരോ സ്ലിപ്പ് സ്റ്റിച്ചുകൾ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 30 സ്റ്റിച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ 30 സ്ലിപ്പ് സ്റ്റിച്ചുകൾ തന്നെയാണ് നമുക്ക്
ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ബാക്കിൽ യാണിൻ്റെ ടെയിലുണ്ട്, അതിനെ നമുക്ക് കൂടെ തന്നെ പിടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓരോ സ്റ്റിച്ചിൽ കൂടെ നമുക്കവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ലൈൻ ഇവിടെ റൗണ്ടിൽ വരും. ഇപ്പോൾ ക്രൗണിൽ ഒരു റൗണ്ടായിട്ട് നമുക്ക് 30 സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. ഹൂക്കിനെ വലിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ ഉള്ളിലേക്കൊന്ന് വലിച്ചെടുക്കാം, എന്നിട്ട് കട്ട് ചെയ്യാം. ഇത് കുറച്ചൊന്ന് ഉള്ളിലോട്ട് തള്ളിയ പോലെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതായത് ഇത് ഹെഡിൽ വെക്കുന്ന പോലെ ഉള്ളൊരു പോർഷൻ. ഇപ്പോൾ യാണിൻ്റെ ക്രൗണിന് കറക്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കട്ടിയുള്ള പേപ്പറാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. ഒന്ന് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാ എന്തെങ്കിലും നിൽക്കുവാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് സ്റ്റോണുകൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. പിങ്ക് കളറിലുള്ള ഒരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്രൗണിൻ്റെ ടോപ്പിലായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ ഇരിക്കും. ഇതാ ക്രൗണിൻ്റെ ചുറ്റുമുള്ള ഈ 5 പോർഷനിലാണ് സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം സെൻറ്ററിലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രൗൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹെയർ ആക്സസറി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ഹെയർ ക്ലിപ്പിൽ നമുക്കിതിനെ സ്റ്റിക്ക് ചെയ്യാം. ഞാനൊരു ചെറിയ ഹെയർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കിതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇരിക്കുമെന്തോ.
ഓ പാടി പാടി അപ്പോൾ ക്രൗൺ ഹെയർ ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം സുബി. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഒരു ഹെയർ ആക്സസറി ആണ്. ക്രൗൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.